ജീവിക്കുന്ന ക്രിസ്തുവിന്റെ പ്രതീകമാണ് ദൈവവചനമെന്ന് തിരുവല്ല ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂറിലോസ് ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പസ്തോലേറ്റ് കുടുംബക്കൂട്ടായ്മ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ നൂറുമേനി സീസൺ 3 വചന പഠന പദ്ധതിയുടെ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വചനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, എൻ്റെ വചനം നിന്റെ കാലുകൾക്ക് വിളക്കും നിന്റെ വഴിക്ക് പ്രകാശവുമാകുന്നു എന്ന്. കർത്താവിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് വിളക്കും വഴിക്ക് പ്രകാശവുമാണ്. നമ്മുടെ ജീവിതത്തിൽ വചനമെന്ന് പറയുന്നത് എഴുതപ്പെട്ട ചില അക്ഷരങ്ങളല്ല, ചില അക്ഷരങ്ങളുടെ കൂട്ടായ്മ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ പറയുന്ന വചനമല്ല. വചനമെന്ന് പറയുന്നത് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്, ക്രിസ്തു തന്നെയാണ്. അപ്പം നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നത് ഈ വചനത്തിലൂടെയാണ്. അപ്പം ഇവിടെ നമ്മൾ കാണാതെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ ചില അക്ഷരങ്ങൾ നമ്മൾ കാണാതെ പഠിച്ച് വാക്യമാക്കി അത് മാറ്റുന്നു എന്നുള്ളതല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ, യേശുക്രിസ്തു എന്നിലേക്ക്, അവിടുന്ന് അപ്പത്തിലൂടെ എന്നിലേക്ക് കടന്നു വരുന്നത് പോലെ തന്നെ വിശുദ്ധമായ തിരുരക്തത്തിലൂടെ അവിടുന്ന് എന്നിലേക്ക് കടന്നു വരുന്നത് പോലെ എന്നിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ കർത്താവ് ഈ വചനത്തിലൂടെ. അപ്പോൾ ഓരോ വചനവും എന്നിലേക്ക് കടന്നു വരുമ്പോൾ അത് കർത്താവ് തന്നെയാണ് എന്നിലേക്ക് കടന്നു വരുന്നത് എന്ന ആ ഒരു ബോധ്യം നമ്മളെ ശക്തിപ്പെടുത്തും. വചനം നമുക്ക് എന്തിനാണ് കർത്താവ് നൽകിയത് എന്ന് ചോദിച്ചാൽ, വചനം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വചനത്തെ നമ്മൾ മനസ്സിലാക്കി, അത് ബുദ്ധിപരമായി മാത്രം മനസ്സിലാക്കുകയല്ല, നമ്മുടെ ജീവിതം കൊണ്ട് വചനത്തെ മനസ്സിലാക്കി, വചനത്തെ ധ്യാനാത്മകമാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ നമ്മൾ വചനം വായിക്കുകയും പഠിക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹബന്ധം കൂടുതൽ ശക്തമാകും, യാതൊരു സംശയവും വേണ്ട. എഴുതപ്പെട്ട അക്ഷരങ്ങൾ മാത്രമല്ല, ലോകത്തിന്റെ നന്മ പകരാനുള്ള ഉപകരണമാണ് വചനമെന്നും അദ്ദേഹം പറഞ്ഞു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിച്ചു. വചനപഠനം ദൈവാരാധനയിലേക്കും സഹോദര സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും സഭാജീവിതത്തിലേക്കും നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കവിത പഠിക്കുന്നത് പോലെയോ കഥ പഠിക്കുന്നത് പോലെയോ അല്ല. അത് വെറുതെ അവിടെ കിടക്കുകയാണ്, വിത്ത് വിതയ്ക്കപ്പെടുകയാണ്. അത് തീർച്ചയായിട്ടും അത് വളരും, അത് വളർന്ന് പന്തലിക്കും. അത് നമ്മുടെ ജീവിതത്തെ സുവിശേഷാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ് ഈ വചന പഠനത്? വചനം പഠിക്കുമ്പോൾ നമുക്ക് ഉടനെ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? നമ്മളെ ദൈവ ആരാധനയിലേക്ക് കുറച്ചുകൂടെ ആഴപ്പെടുത്തും എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മളുടെ ദൈവജനത്തിന്റെ ഏറ്റവും ഉചിതമായ ഒരു നിർവചനം നമ്മൾ ആരാധനാ സമൂഹമാണ്. വചനം പഠിക്കുന്നത് വെറുതെയല്ല. വചനം പഠിച്ചു കഴിഞ്ഞാൽ ദൈവാരാധനയിലേക്ക് നമ്മൾ നിരന്തരമായിട്ട് നയിക്കപ്പെടുകയാണ്. ഏത് പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴും കുറെ വചനം വായിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവുകയും അത് നമ്മുടെ മനസ്സുകളെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ആ സമാധാനവും സുരക്ഷിതത്വവും സുഖവും ഒക്കെ ആയിട്ട് നമ്മളങ്ങ് ജീവിച്ചാൽ മതിയോ? നമ്മള് സുവിശേഷം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരെന്നുള്ള നിലയിൽ ഈ ലോകത്തോട് പ്രതികരിക്കേണ്ടവരല്ലേ? കഴിഞ്ഞ 3 വർഷങ്ങളിൽ നമ്മൾ ഈ നൂറുമേനി നടത്തി ആയിരക്കണക്കിന് ആൾക്കാര് ദൈവവചനം പഠിച്ചു. അത് നൂറുകണക്കിന് വചനങ്ങൾ നിങ്ങൾ എല്ലാവരും മനഃപാഠമാക്കി. അത് വെറുതെ ആവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് നിങ്ങളെ ദൈവാരാധനയിലേക്ക് നയിക്കും, സഹോദര സ്നേഹത്തിലേക്ക് നയിക്കും, കൂടുതൽ കാരുണ്യത്തിലേക്ക് നയിക്കും, വളരെ ശക്തമായ സഭാജീവിതത്തിലേക്ക് നയിക്കും. അങ്ങനെ സഭാജീവിതത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. അമേരിക്കയിൽ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ച സംഭവം ദുഃഖകരമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. അഭിമാനപൂർവ്വം തന്റെ ക്രൈസ്തവ വിശ്വാസത്തെ ചെറുപ്പക്കാരിലേക്ക് എത്തിച്ച വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. ക്യാമ്പസുകളിൽ ക്രൈസ്തവ ദർശനങ്ങളെ പരിഹസിക്കുന്നവർക്കെതിരെ അദ്ദേഹം ധാർമ്മികമായി പ്രതികരിച്ചു. കേരളത്തിൽ ക്രൈസ്തവ സമൂഹം സുരക്ഷിതരാണ്, നമുക്ക് അഭിമാനപൂർവ്വം ജീവിക്കാൻ സാധിക്കുന്നു. പക്ഷേ ലോകത്തിൽ ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവ വിഭാഗമാണെന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
എൻ്റെ സ്വന്തം ബൈബിൾ പദ്ധതിയുടെ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു. നടൻ സിജോയ് വർഗീസ് നൂറുമേനി സീസൺ 4 ഉദ്ഘാടനവും പഠന പുസ്തക പ്രകാശനവും നിർവഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി എത്തക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. എന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് നമ്മുടെ അതിരൂപതയ്ക്ക് ആശങ്കപ്പെടാനായിട്ടൊന്നുമില്ല. വൈദികർ കുറഞ്ഞാലും സിസ്റ്റേഴ്സ് കുറഞ്ഞാലും നമ്മുടെ അതിരൂപതയെ നയിക്കുവാൻ ആത്മവീര്യമുള്ള വചനം കൊണ്ട് ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന അൽമായർ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നൂറുമേനിയുടെ വലിയൊരു വിജയം. ഗാനരചയിതാവ് ലിസി ഫെർണാണ്ടസ്, അതിരൂപത ബൈബിൾ അപ്പസ്തോലേറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തേൽ, ഫാദർ ജോജിൻ ഇലഞ്ഞിക്കൽ, നൂറുമേനി വചന പഠന പദ്ധതി ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ, ബൈബിൾ അപ്പസ്തോലേറ്റ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ റൂബിൾ രാജ്, നൂറുമേനി ജനറൽ കൺവീനർ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ രേഖ മാത്യൂസ്, ഡോക്ടർ PC അനിയൻകുഞ്ഞ്, സിസ്റ്റർ ചെറുപുഷ്പം എന്നിവർ പ്രസംഗിച്ചു. ഗ്രാൻഡ് ഫിനാലെ, വ്യക്തിഗത കുടുംബതല മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൈമാറി.